മറ്റത്തൂരിൽ രാജിവെക്കാൻ തയ്യാറാണ് എന്ന് മുൻ DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ. കുറച്ചുനാളായി നിലനിൽക്കുന്ന വർഗീയതയുടെയും തെറ്റായ പ്രവണതകളുടെയും ഫലമായാണ് മറ്റത്തൂരിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതെന്ന് KPCC നേതൃത്വത്തെ അറിയിച്ചു. BJP വോട്ടിനായി മുൻകൂട്ടിയുള്ള ആസൂത്രണമോ ചർച്ചയോ നടത്തിയിട്ടില്ല. മറ്റത്തൂരിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തിച്ചത് ജില്ലാ നേതൃത്വത്തിന്റെ തെറ്റായ നടപടികളാണെന്നും TM ചന്ദ്രൻ പറഞ്ഞു. ഞങ്ങൾ വളരെ ആശാവഹമായ പോസിറ്റീവാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 100% നമുക്ക് വിശ്വാസമുണ്ട്. KPCCയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ന്യായമായ തീരുമാനം അതാണല്ലോ പാർട്ടിക്ക് ഗുണകരമായ തീരുമാനം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി വ്യക്തമായ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിൽ അംഗീകരിക്കുക എന്ന് പറയുന്നത് ഏതൊരു പാർട്ടി പ്രവർത്തകന്റെയും കടമയാണ്. തീർച്ചയായും ഞങ്ങൾ അതിന്റെ കൂടെ നിൽക്കും. അങ്ങനെ BJPയിലേക്ക് പോകുമെന്ന് എന്തായാലും ഞങ്ങളും പറയുന്നില്ല, BJPക്കാരും പറയുന്നില്ല. പിന്നെ ഞങ്ങളെ BJPക്കാരാക്കണമെന്ന് നിർബന്ധമുള്ളത് മാർക്സിസ്റ്റുകാർക്കാണ്. ലിഡിയ ജേക്കബ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിഡിയ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിലനിൽക്കുന്ന പ്രതിസന്ധിക്കൊക്കെ ഒരു അയവ് വന്നിരിക്കുകയാണ് തീരുമാനത്തോടുകൂടി. ഇപ്പോൾ TM ചന്ദ്രന്റെ പ്രതികരണം എന്താണ്? അമൃത രാജിവെക്കാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് TM ചന്ദ്രൻ പറയുന്നത്. പക്ഷേ ഉപാധികളും കാര്യങ്ങളും ഒക്കെ വെക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. പ്രത്യേകിച്ച് ഈ DCCയിൽ പ്രാദേശികമായി നിൽക്കുന്ന നേതൃത്വത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പ്രശ്നങ്ങൾ, ഈ വിമത നേതാക്കളും ഒപ്പം DCC പ്രസിഡന്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിലൊക്കെ ഒരു പരിഹാരം കാണണം എന്നുകൂടിയാണ് TM ചന്ദ്രൻ അടക്കമുള്ള വിമത നേതാക്കൾ പറയുന്നത്. രാജ്യസന്നദ്ധത KPCC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ അടക്കം റോജി M ജോൺ MLA-യുമായി TM ചന്ദ്രൻ അടക്കമുള്ളവർ ചർച്ച ചെയ്തിരുന്നു. ഒപ്പം KPCC നേതൃത്വത്തോട് സംസാരിച്ചിരുന്നു. ഇത്തരത്തിൽ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ രാജിവെക്കാൻ തയ്യാറാണ്, സന്നദ്ധരാണ് എന്നുള്ള ഒരു നിലപാടിലേക്ക് ഈ വിമത നേതാക്കൾ എത്തിയത്. പക്ഷേ ഇത്തരത്തിൽ DCCയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ജില്ലാ നേതൃത്വത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ ഒരു പരിഹാരം കാണണമെന്നുകൂടി അതുകൂടി പരിഗണിക്കണം എന്ന് തന്നെയാണ് വിമത നേതാക്കൾ പറയുന്നത്. പ്രത്യേകിച്ച് തങ്ങൾ BJPയുടെ വോട്ട് നേടുകയോ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയോ സഖ്യം ചേരാനുള്ള ചർച്ചകൾ നടത്തുകയോ മുൻകൂട്ടിയുള്ള ഒരു കാര്യങ്ങളോ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളോ തങ്ങൾ ചെയ്തിട്ടില്ല എന്നുകൂടി TM ചന്ദ്രൻ പറയുന്നു. പക്ഷേ ഇത്തരത്തിൽ മറ്റത്തൂരിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത് അത് DCC നേതൃത്വത്തിന്റെ പിഴവാണ്. അത് DCC പ്രസിഡന്റിന്റെയും ബ്ലോക്ക് പ്രസിഡന്റിന്റെയും അടക്കമുള്ള ആളുകളുടെ പിഴവാണ്. ആ പിഴവ് KPCC നേതൃത്വത്തെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊരു നടപടി കൃത്യമായി വേണം എന്ന് തന്നെയാണ് TM ചന്ദ്രൻ പറയുന്നത്. പക്ഷേ ഇതിൽ DCC നേതൃത്വം ഇതിൽ പറയുന്നത് മുൻപ് നിലവിൽ ഉള്ള തീരുമാനത്തിൽ അയോഗ്യത നടപടി അടക്കമുള്ള തീരുമാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. KPCCയിൽ നിന്ന് കൃത്യമായിട്ടുള്ള അറിയിപ്പോ കാര്യങ്ങളോ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. പാർട്ടിയുടെ നിലപാടാണ് DCC പ്രസിഡന്റ് എന്ന നിലയിൽ താൻ പറഞ്ഞത് എന്നാണ്. രാജിവെക്കാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ TM ചന്ദ്രൻ പറയുന്നത്. വിവരങ്ങളാണ് ലിഡിയ ജേക്കബ് നൽകിയത്.